കേരള മുഖ്യമന്ത്രിയും കേരള ഗവർണറും തമ്മിലുള്ള ഇഷ്യൂ നേരത്തെ അത് പബ്ലിക്കുമായി, റോഡിൽ, തെരുവിലായി. ഇപ്പം അതിന് വേറൊരു തലത്തിലോട്ട് പോവുകയാണ്. അതായത് കേരള ഗവർണറുടെ സുരക്ഷ കേന്ദ്ര സർക്കാരിൻ്റെ കേന്ദ്ര സേനയെ ഏൽപ്പിക്കുന്നു. അതായത് മൂവ്മെൻറ്റുകളും എല്ലാ സെക്യൂരിറ്റി എല്ലാ കാര്യങ്ങളും അദ്ദേഹം താമസിക്കുന്ന ഭവനം, അദ്ദേഹത്തിൻ്റെ ഓഫീസ് മുഴുവനായിട്ട് കേന്ദ്ര സേനയിലായിരിക്കും. ഏകദേശം 55-60ഓളം പേരുണ്ട്. അവരായിരിക്കും ഇനി അത് കൈകാര്യം ചെയ്യുന്നത്. അതായത് കേരള പോലീസിനെ രാജ്ഭവനിൽ നിന്ന് എടുത്ത് ദൂരകളഞ്ഞു. അത് കേരള ഗവൺമെൻറ്റിൻ്റെ ആഭ്യന്തര വകുപ്പിൻ്റെ ഏറ്റവും വലിയ സെറ്റ് ബാക്കാണ്. അതായത് കേരളത്തിലെ പോലീസ് സംവിധാനത്തെ കൺട്രോൾ ചെയ്യുവാൻ ഈ കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പൂർണ്ണമായിട്ടും പരാജയം. എവിടെയാണ് ഗവർണറിൻ്റെ പ്രോട്ടോകോൾ അനുസരിച്ചുള്ള സ്ഥാനം? അതായത് ഇന്ത്യൻ പ്രധാനമന്ത്രി കഴിഞ്ഞ അടുത്ത സ്ഥാനം ഒരു ഗവർണർക്കാണ്. ഒരു സ്റ്റേറ്റിൻ്റെ ഗവർണർ കോൺസ്റ്റിറ്റ്യൂഷണൽ പോസ്റ്റാണ്. അപ്പം ഗവർണർക്ക് സെക്യൂരിറ്റി കൊടുക്കാൻ ഇപ്രാവശ്യം ഇപ്പം കൊല്ലം നിലമേൽ സെക്യൂരിറ്റി എന്ന് പറയുന്ന ഈ SFIക്കാർ ഗുണ്ടകൾ തൊട്ടടുത്ത് വരെ എത്തി ഗവർണറുമായിട്ട് ഫേസ് ടു ഫേസ് രീതിയിലോട്ടായി. ഇനി അതിലൊരുത്തൻ 2 പേരെടുത്ത് കല്ലെടുത്ത് എറിഞ്ഞു ഗവർണറെ. ആ സ്ഥിതി എവിടുന്ന് എങ്ങോട്ട് പോയി വഷളാകും? അപ്പം മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ കേരളത്തിലെ പിണറായി വിജയൻ ഒരു ഉത്തരവാദിത്വമില്ലാത്ത, അതായത് പക്ക ക്രിമിനൽ രീതിയിലാണ് അയാൾ ഓരോ ദിവസം കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം എടുത്ത് ഇതുമായിട്ട് അന്വേഷണം നടത്തി ഈ കേരളത്തിൻ്റെ DGPക്കെതിരെ ആക്ഷൻ എടുക്കണം. ഈ IPS IAS ഓഫീസേഴ്സ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ്ലി കമാൻഡ് സെൻട്രൽ ഗവൺമെൻറ്റാണ്. അതായത് ഇന്നലെ മറ്റൊരു സംഭവം ഉണ്ടായി. ഇന്ത്യയുടെ റിപ്പബ്ലിക് ഡേ ആണ് ഇന്നലെ, ജാനുവരി 26. ഇപ്പം IASകാർ അതായത് ചീഫ് സെക്രട്ടറിയും DGPയും ഒഫീഷ്യേറ്റ് ചെയ്ത് ഫോർമൽ ഡ്രസ്സിലാണ് ആ ഡിന്നറിന് പങ്കെടുക്കേണ്ടത്. അത് മാൻഡേറ്ററി ആണ്. അത് ചെറിയ സിമ്പിൾ സംഭവമൊന്നുമല്ല. അതിൻ്റെ ആരാണ് രാഷ്ട്രീയം കളിക്കുന്ന ആ പൊളിറ്റിക്സ് എല്ലാം മാറ്റി അതിൽ പങ്കെടുക്കണം. അതിന് പോലും ചീഫ് സെക്രട്ടറിയെയും DGPയെയും മുഖ്യമന്ത്രി പറഞ്ഞു വിട്ടില്ല. ഇതാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ ആർക്കെതിരെ നടപടിയെടുക്കും? അതായത് ഇന്ത്യയുടെ ഒരു ഫെഡറൽ സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റത്തെ പോലും നശിപ്പിക്കുവാൻ ശ്രമിക്കുവാണ് ഈ കണ്ണൂർ ക്രിമിനൽ. അതാണ് ഉണ്ടായേക്കുന്നത്. അതായത് ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ ഒരു ആൻറ്റി ഇന്ത്യൻ രീതിയിലാണ് മുഖ്യമന്ത്രിയും കൂട്ടിനും പോയിക്കൊണ്ടിരിക്കുന്നത്. വീണ്ടും ഗവർണർക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കി, ഇത് മുഖ്യമന്ത്രി എന്ന് പറയുന്ന അദ്ദേഹത്തിനാണ് കേരളത്തിൽ Z+ സെക്യൂരിറ്റി കൊടുത്തിരിക്കുന്നത്. ഗവർണർക്ക് അതിൻ്റെ ആവശ്യമില്ല, കാരണം സെക്യൂരിറ്റി ത്രട്ടില്ല. പക്ഷേ ഇപ്പോൾ അത് മുഖ്യമന്ത്രിയെക്കാളും ത്രട്ടായി വന്നേക്കുന്ന സെക്യൂരിറ്റി ത്രട്ട് ഗവർണർക്കായി മാറി. പോകുന്നിടത്തല്ല SFI എന്ന് പറഞ്ഞ വൃത്തികെട്ട ഗുണ്ടകളെ കൊണ്ട് വഴക്കുണ്ടാക്കുക, ബഹളം ഉണ്ടാക്കുക, തടയുക, കല്ലെറിയാൻ ശ്രമിക്കുക. അപ്പം ഏത് രീതിയിലോട്ടാണ് പോകുന്നത്? അതിനെപ്പറ്റി ഇപ്പം സ്റ്റേറ്റ്മെന്റ് വന്നിരിക്കുന്ന ഹർഷോ അതിശക്തമായിട്ട് മുന്നേ അവനെ എടുത്ത് തൂക്കിയെടുത്ത് അകത്തിടണം. അപ്പം ഏത് രീതിയിലാണ് മുഖ്യമന്ത്രി കേരളത്തെ ഭരിക്കാൻ ഉദ്ദേശിക്കുക? കേരളത്തിൻ്റെ ക്രമസമാധാന നില, അതായത് ഒരു ഗവർണർക്ക് സഞ്ചരിക്കാൻ സാധിക്കുന്നില്ല. ആ രീതിയിലോട്ട് പോകും. അല്ലെ വൃത്തികെട്ട തലത്തിലോട്ട്. അല്ല ഈ സ്കൂളിലെ LP സ്കൂളിലെ കൊച്ചുകുട്ടികൾ അടിക്കുന്ന ആ രീതിയിൽ പ്രശ്നത്തിലോട്ട് പോകുന്നു. ഗവർണർക്ക് അദ്ദേഹത്തിൻ്റെ ചാർജ് ചെയ്യാനുള്ള എല്ലാ കോൺസ്റ്റിറ്റ്യൂഷണൽ ഫ്രീഡം അത് കൊടുക്കേണ്ടത് കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയും മന്ത്രിമാരുമാണ്. അതാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നത്. ഗവർണർക്ക് റോഡിലോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല, അപ്പോഴേ തടയും, എറിയാൻ വരും, തടയാൻ വരും, ഉപദ്രവിക്കാൻ പോകുന്നു, ഏറ്റവും മോശമായ ഭാഷ ഉപയോഗിക്കുന്നു. അപ്പോൾ ബേസിക്കലി അതിൻ്റെ വളരെ അടിസ്ഥാനപരമായിട്ട് പറയാം, ഈ പിണറായി വിജയൻ എന്ന് പറയുന്ന ആൾക്ക് കേരളത്തിൽ മുഖ്യമന്ത്രിയായിട്ടിരിക്കാൻ യോഗ്യതയില്ല. എങ്ങനെയൊക്കെ ഇവിടം വരെ എത്തിയത്? അല്ലെങ്കിൽ ഈ രീതിയിൽ റെസ്പോൺസിബിളായിട്ട് അദ്ദേഹം പെരുമാറുമോ? ഇപ്പം ഇങ്ങനൊരു SFIക്കാർ അത് പൂർണ്ണമായിട്ടും പറയണം, അത് പാടില്ല എന്ന് തന്നെ പറയണം. ആ രീതിയിലാണ് പോകേണ്ടത്.
ഇപ്പം മരുമകൻ റിയാസിനെതിരെ ഒരു PWD കോൺട്രാക്ടറിന്റെ വാഹനം എടുത്തിട്ടാണ് റിപ്പബ്ലിക് ഡേ പരേഡിൽ സല്യൂട്ട് സ്വീകരിക്കാൻ പോയേക്കുന്നത്. അപ്പൊ അവിടുത്തെ പോലീസിന്റെ ഫെയിലിയറാണോ അഡ്മിനിസ്ട്രേഷന്റെ ഫെയിലിയർ അതോ റിയാസിന്റെ താല്പര്യമാണോ? അതായത് തുറന്ന ജീപ്പില്ല എന്ന്. അതും കോഴിക്കോട് എന്ന് പറയുന്ന കേരളത്തിലെ നോർത്തേൺ ഭാഗത്തുള്ള ഒരു ജില്ലയിൽ, പ്രധാനപ്പെട്ട ജില്ലയിൽ, ആ പോലീസിനെ കൊണ്ട് റിപ്പബ്ലിക് ഡേ RDയുടെ പരേഡിന്റെ സല്യൂട്ട് സ്വീകരിക്കാൻ തുറന്ന ജീപ്പ് ഉണ്ടാക്കാൻ അവരെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ആ പോലീസിന്റെ അവിടുത്തെ SP അതിന്റെ നോർത്ത് ഇൻചാർജുള്ള IG സസ്പെൻഡ് ചെയ്യണം ബേസിക്കലി. അതൊന്നുമല്ല റിയാസിന്റെ താല്പര്യം തന്നെയാണ്. അതായത് ഒരു മന്ത്രിക്ക് പോലും റിപ്പബ്ലിക് ഡേ എന്താ, സ്വാതന്ത്ര്യദിനം എന്താ ബോധ്യമില്ല. കാരണം ഇവരൊന്നും ബേസിക്കലി ഇന്ത്യയുമായിട്ടുള്ള ബന്ധമല്ല. ഈ പാർട്ടി തന്നെ അതിൻ്റെ രൂപീകരണവും ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിനെതിരെ പണം നയിച്ചവരും പ്രക്ഷോഭം നയിക്കാൻ തുടങ്ങിയവരൊക്കെയാണ് ഇവര്. അതായത് ഇറസ്പോൺസിബിളായ രീതിയിൽ മുഖ്യമന്ത്രിയും മരുമോനും പെരുമാറുന്ന ഒരു ഭാഗത്ത് അതിന് എല്ലാ രീതിയിലുമുള്ള കവറിങ്, അതായത് ഇത് വലിയ വാർത്തയാകാതിരിക്കാൻ വേണ്ടി ഗവർണറെ റോഡിൽ തടഞ്ഞ് അതിന് കൂടുതൽ പ്രസക്തി കൊടുക്കാൻ ശ്രമിക്കുന്നു. ഇത് വെറും പൊട്ടന്മാരാക്കി. ഇതെല്ലാം നോക്കിയിട്ടും ഒന്നും കാണാതിരിക്കുന്ന വൃത്തികെട്ട പ്രതിപക്ഷം VD സതീശൻ എന്ന് പറഞ്ഞ യൂസ്ലെസ് മനുഷ്യനും. ഇതിനെ വളരെ ശക്തമായ രീതിയിലാണ് നേരിടേണ്ടത്. ഒരു സ്റ്റേറ്റിന്റെ ലോ ആൻഡ് ഓർഡറാണ്. ഒരു ഗവർണർക്ക് പോലും സെക്യൂരിറ്റി കൊടുക്കാൻ കഴിയുന്നില്ല. റോഡിന്റെ അവിടെ ഇവിടെ നിന്ന് വിളിക്കുന്നു. ഫേസ് ടു ഫേസ് ആണ് ഇത് ഇഷ്യൂ. അതെവിടെ പോകും? നേരത്തെ ഒരു ചോദ്യം ഞാൻ ചോദിച്ചു. കല്ലെറിയുന്നു, അടിക്കുന്നു, ബഹളം ഉണ്ടാക്കുന്നു. കാരണം പോലീസുകാർക്ക് പേടിയാണ് SFI ഗുണ്ടകളെ. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. പോലീസ് കംപ്ലീറ്റ് ആയിട്ട് ഫെയിലിയറായി. എന്നാൽ മുഖ്യമന്ത്രിക്ക് എന്തോ സെക്യൂരിറ്റിയാണ് ഇവർ കൊടുത്തുകൊണ്ടിരുന്നത്. എവിടെങ്കിലും ആരെങ്കിലും ഒരു കറുത്ത തുണി പൊക്കുവാണെങ്കിൽ അവനെ അതിരൂക്ഷമായിട്ട് മർദ്ദിക്കുന്നു, നശിപ്പിക്കാൻ ശ്രമിക്കുന്നു. അതൊരു ബേസിക്കലി നമ്മുടെ മുഖ്യമന്ത്രിയുടെ ചരിത്രം എടുത്ത് നോക്കുക. പക്കാ ക്രിമിനൽ. ഒരു ക്രിമിനൽ മുഖ്യമന്ത്രി ആയി കഴിയുമ്പോൾ അയാൾക്ക് പേടിയായി. അതിന് കൊടുക്കുന്ന കവറിങ് അത് പോട്ടെ. കേരളത്തിലെ മുഖ്യമന്ത്രിയാണ് സെക്യൂരിറ്റി കൊടുക്കുക. അതേക്കാളും പ്രാധാന്യമാണ് ഗവർണറുടെ സെക്യൂരിറ്റി. അത് കംപ്ലീറ്റ് ഫെയിലിയർ ആകുന്നു. അപ്പൊ അതിനെ കവറപ്പ് ചെയ്യാൻ വൃത്തികെട്ട കുറച്ച് മന്ത്രിമാർ, ശിവൻകുട്ടി ഉൾപ്പെടെയുള്ളവർ എന്തൊക്കെയോ പുലമ്പുന്നു. ആദ്യം ഇവിടെ നടപടി എടുക്കേണ്ടത് DGPക്കെതിരെയും ചീഫ് സെക്രട്ടറിക്കെതിരെയാണ്. അവരെന്ത് ചെയ്തു? കാരണം ഇവർ ഈ റോഡിൽ ഇറങ്ങി ഇവരെ ഗവർണറെ തടയുക എന്നുള്ളത് ഇവരുടെ SFI എന്ന് പറഞ്ഞാൽ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അവരെന്ത് നടപടിയെടുത്തു? രണ്ടാമത്, ഈ പറയുന്ന SFIയുടെ നേതാക്കന്മാർ, ആർഷോ ഉൾപ്പെടെ ഈ പരമ വൃത്തികെട്ടവന്മാരെ, ആ വാക്ക ഉപയോഗിക്കുന്നത്, ഇവന്മാരെ പിടിച്ച് അറസ്റ്റ് ചെയ്ത് അകത്തിടണം. അതാണ് ഇവിടെ ആവശ്യം. ഇനി മറ്റൊരു കാര്യം, ഇപ്പൊ കേന്ദ്രസേന വന്നു. ഇതേപോലെ ഇപ്പം ഇന്ന് വരെ കേരളത്തിലെ SFIക്കാർ നടത്തിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഗവർണറുടെ മുമ്പിൽ പോയി നടത്താൻ ഈ SFIക്കാരന്മാരെ ഞാൻ വെല്ലുവിളിക്കുന്നു. അവന്മാർ നല്ല അടിയും കൊടുക്കും, പറ്റുവാണെങ്കിൽ ഫയറും ചെയ്യും. സിമ്പിളായത്. അവർക്ക് ഈ പറയുന്ന അർഷോ ഏതാ ഗിർഷോ എന്ന് അവർക്ക് അറിയത്തൊന്നുമില്ല. ഒരു മന്ത്രി വന്ന് നിന്നാൽ പോലും അവർക്ക് അറിയത്തൊന്നുമില്ല. കാരണം അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അവരുടെ മുമ്പിൽ പോയി അവന്മാർ ഫയർ ചെയ്യും. അതോടുകൂടി ഇവന്മാരുടെ SFI തീരും, ഈ സാധനങ്ങളൊക്കെ അങ്ങ് തീരും. ഇത് വേണ്ടാത്ത സാധനം തലയിലോട്ട് വലിച്ചു കയറ്റി. ഇതാണ് മുഖ്യമന്ത്രി. ഞാൻ ഈ കേരളം കണ്ട ഏറ്റവും ഒരു മണ്ടൻ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. അല്ലെങ്കിൽ വെറുതെ റോഡിൽ കൂടെ പോയ സാധനം തലയിൽ വലിച്ചു കയറ്റും. ഇതാണ് ഈ പറയുന്നത്. പെറ്റി കാര്യങ്ങളാണ് മുഴുവനും ചെയ്യുന്നത്. ഒരു മുഖ്യമന്ത്രി ഏർപ്പെടുക, ഗവർണർക്കെതിരെ SFI എന്ന് പറഞ്ഞ ഈ തെരുവ് ഗുണ്ടകളെ കൊണ്ട് സമരം ചെയ്യിപ്പിക്കുന്നു. എന്ത് ആവശ്യത്തിന്? മുഖ്യമന്ത്രിയുടെ ആവശ്യത്തിന് വേണ്ടി. അപ്പൊ ഇതിനൊരു മറ്റൊരു തലത്തിലോട്ട് പോകട്ടെ. സംഭവം കാണാം എങ്ങോട്ടാണ് ഇത് പോകുന്നതും കാണുന്നതും നിൽക്കുന്നതും. അതായത് ഒരു കാരണവശാലും ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷനെ, അതേപോലെ കോൺസ്റ്റിറ്റ്യൂഷണൽ പോസ്റ്റിനെ എതിർക്കാൻ പോവുകയാണെങ്കിൽ നല്ല നല്ല പണിഷ്മെന്റ് തന്നെ കൊടുക്കണം ആരാണെങ്കിലും. അതാണ് എൻ്റെ അഭിപ്രായം.